ഓക്കെ, നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. ആരൊക്കെയോ ലെഫ്റ്റ് ആയി പോയോ? ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. സ്തോത്രം. നമ്മൾ 12-ാം അധ്യായം വരെ ആയിരുന്നു പഠിച്ചിരുന്നത്, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. 12-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിക്കും. ആമേൻ. 12-ാം അധ്യായം എടുത്തുവെങ്കിലും ആ ഒരു വാക്യം അതൊന്നും കൂടെ ഒന്ന് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ വാക്യത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന്, അതിനൊരു പ്രത്യേക പദമുണ്ട് ആ വാക്യത്തിന്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതെന്താണ് ആ വാക്യത്തിനെ എന്താ വിളിക്കുന്നത്? ഹിഞ്ച്. HINGE, ഹിഞ്ച് വേഴ്സ്. രണ്ടും കൂടെ കണക്ട് ചെയ്യുന്നതാണ്. 11, 12, 11 വരെയുള്ള അധ്യായങ്ങളും 12 മുതൽ തുടർന്നുള്ള അധ്യായങ്ങളും കണക്ട് ചെയ്യുന്നതിനാണ് ഹിഞ്ച് വേഴ്സ് എന്ന് പറയുന്നത്. 11-ാം അധ്യായം വരെ പുതുനിയമ സഭയുടെ അടിസ്ഥാനോപദേശങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു. ഏതാണ്ട് പുതുനിയമസഭയുടെ എല്ലാ അടിസ്ഥാനോപദേശങ്ങളും നമുക്ക് 11-ാം അധ്യായം വരെ കിട്ടും. മറ്റു ലേഖനങ്ങളിലും യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിലും എല്ലാം അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ചിട്ടയായി ക്രമമായി പുതുനിയമസഭയുടെ അടിസ്ഥാനോപദേശങ്ങളൊക്കെ പറഞ്ഞു നിർത്തിയതിനു ശേഷം അത് പ്രാവർത്തിക തലത്തിൽ എങ്ങനെ കൊണ്ടുവരണമെന്നുള്ളതാണ് 12-ാം അധ്യായം മുതൽ. ഉപദേശം അവസാനിപ്പിച്ചു, പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരികയാണ് 12-ാം അധ്യായം മുതൽ. ഇത് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന വാക്യമാണ് 12-ന്റെ 1. അതുകൊണ്ട് അതിനെ ഹിഞ്ച് വേഴ്സ് എന്നാണ് പറയുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അപ്പൊ ദൈവത്തിന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് പ്രബോധിപ്പിക്കുകയാണ്. പുതുനിയമത്തിലെ ഏറ്റവും ശക്തമായ വാക്യങ്ങളിൽ ഒന്നാണ് റോമാലേഖനം 12-ന്റെ 1-ാം അധ്യായം. മുഴു ജീവിതവും ദൈവത്തിന്റെ ആരാധനയായി കണക്കുകൂട്ടുകയും, ആരാധന നാം അനുഭവിച്ച കൃപയിൽ നിന്ന് ഉയർന്നു വരുന്ന ആരാധനയായി അതിനെ കണക്കൂട്ടുകയും ചെയ്യുകയാണ്. Therefore, അത് ആരംഭിക്കുന്നത് തന്നെ അതുകൊണ്ട് എന്നുള്ള നിലയിലാണ്. ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്നുള്ള നിലയിലാണ്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന 11-ാം അധ്യായം വരെ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ട്, അതായത് ദൈവത്തിന്റെ കൃപ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട്, നമ്മുടെ പ്രവൃത്തിയാലല്ല, പ്രവൃത്തികളും കർമ്മങ്ങളും കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയാലാണ് നാം ഈ പദവിയിലേക്ക് അങ്ങ് എടുത്തു മാറ്റപ്പെട്ടത്, അല്ലെങ്കിൽ എടുത്തെറിയപ്പെട്ടതെന്ന് അറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്നും ആരാധന പ്രവഹിക്കുവാൻ തുടങ്ങുന്നത്. ദൈവത്തിന്റെ കരുണ അത് അനുഭവിച്ചറിഞ്ഞവന്റെ ഉള്ളിൽ നിന്ന് ആരാധന ബഹിർഗമിക്കുവാനിടയായിത്തീരും. Therefore I urge you, brothers and sisters, അതുകൊണ്ട് സഹോദരന്മാരെ, ഇൻ വ്യൂ ഓഫ് ഗോഡ്സ് മേഴ്സി, ദൈവത്തിന്റെ മനസ്സലിവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണ അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങളുടെ ശരീരം അത് ബുദ്ധിയുള്ള ആരാധനയെ, അത് പല രീതിയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷ് എടുത്താലും പല രീതിയിലാണ്. അത് ലിവിങ് സാക്രിഫൈസ് എന്ന് കാണാം. ജീവനുള്ള ആരാധനയായി, അത് ബുദ്ധിയുള്ള ആരാധനയായി, ആത്മീയ ആരാധനയായി എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. പല ട്രാൻസ്ലേഷനിൽ സ്പിരിച്വൽ ലിവിങ്, ബുദ്ധിയുള്ള, ഇങ്ങനെയുള്ള പല ട്രാൻസ്ലേഷൻസിൽ അതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലോജിക്കോസ് എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കണം. ദൈവത്തിന്റെ കൃപ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ, അതോ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ. ഓക്കെ, താങ്ക് യു. അപ്പോ അതുകൊണ്ട് അതൊരു കൽപ്പനയല്ല, എന്നാൽ പൗലോസ് അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഇടയൻ എന്നുള്ള നിലയിൽ തന്റെ ജനങ്ങളോട് അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തോട് താൻ അഭ്യർത്ഥിക്കുകയാണ്. അത് അവരെ പ്രഷർ ചെലുത്തുകയല്ല, മറിച്ച് നിങ്ങൾ ഇതിൽ നിന്നും ഉയർന്നു വരേണ്ട ഒന്നാണ് ആരാധന എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തീയ അനുസരണം എന്ന് പറയുന്നത് അത്
ഭയത്തിൽ നിന്നുളവാകുന്ന ആരാധനയും അനുസരണയും അല്ല ക്രിസ്തീയ ആരാധന എന്ന് പറയുന്നത്. മറിച്ച് ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയിൽ നിന്നും ഉളവാകുന്ന ഒന്നാണ് ക്രിസ്തീയ അനുസരണയും ക്രിസ്തീയ ആരാധനയും എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ മനസ്സലിവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ, ഇൻ വ്യൂ ഓഫ് ഗോഡ്സ് മേഴ്സി, അപ്പൊ നമ്മൾ ദൈവത്തോട് പ്രതികരിക്കുന്നത് ആ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം ഇവ അനുഭവിച്ച് അറിഞ്ഞതുകൊണ്ടാണ്. നാം പാപികളായതുകൊണ്ടല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്. നാം നമ്മുടെ തന്നെ ജീവിതത്തെ കാണുന്നത് ദൈവത്തിന്റെ കൃപ അനുഭവിച്ചറിഞ്ഞ ഈ വ്യക്തി എന്നുള്ള നിലയിലാണ്. ആ കൃപ അനുഭവിച്ചത് കൊണ്ടാണ് നാം രൂപാന്തരപ്പെടുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെ രൂപാന്തരപ്പെട്ട വ്യക്തിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒന്നായിരിക്കണം ആരാധന എന്ന് പറയുന്നത്. അങ്ങനെ രൂപാന്തരപ്പെട്ട ഒരു വ്യക്തി തന്നെ പൂർണ്ണമായും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഇടയായിത്തീരുന്നു. തൻ്റെ ജീവിതം മുഴുവൻ, തൻ്റെ ചോയ്സസ്, തൻ്റെ റിലേഷൻഷിപ്സ്, തൻ്റെ ദൈനംദിന ജീവിതം, ഇത് മുഴുവൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഇടയായിത്തീരുന്നു. ആത്മശരീര മനസ്സുകള എന്നോട് തിരുമുൽ കാഴ്ചകളെ ഞാൻ മറന്നു. ആരെങ്കിലും അറിയാമെങ്കിൽ ഓർത്തഡോക്സുകാരുണ്ടെങ്കിൽ പറയാമായിരുന്നു. ഇത് അവര് കറക്റ്റായിട്ട് അതൊരു പാട്ടാക്കിയിട്ടുണ്ട്. ഈ വരി താതസുധാശ്വാസപ്രദനെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു, എന്നെ നിനക്ക് സുഗന്ധമതായി കൈക്കൊള്ളണമേ, അങ്ങനെയാണ് അതിന്റെ പാട്ട്. കറക്റ്റ് വരികൾ എനിക്ക് അറിയത്തില്ല. അപ്പൊ അതുപോലെ അർപ്പിക്കുവാൻ എ ലിവിങ് സാക്രിഫൈസ്, പഴയ നിയമ യാഗങ്ങളെ പോലെയല്ല, മറിച്ച് ഇതൊരു ഓൺഗോയിങ് സറണ്ടറാണ്. നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചവനായി ജീവിക്കുകയാണ്. നമ്മുടെ സ്വാർത്ഥതകൾക്കൊക്കെ ദിനംതോറും മരിച്ചു ദൈവഹിതത്തിനൊത്തവണ്ണം ദൈവിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിച്ച ആ ജീവിതമാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ആരാധനയായി മാറുന്നത്. അത് ദൈവത്തിന് പ്രസാദകരമായ ആരാധനയാണ്. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട വ്യക്തികൾ, അവൻ ദൈവത്തിന് വേണ്ടി എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരായിരിക്കും. നമ്മുടെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് നാം മാറി നിൽക്കുന്നവരായി കണക്കൂട്ടരുത്, മറിച്ച് ദൈവത്തോടുള്ള സമർപ്പണം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള സമർപ്പണത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ഹോളിനെസ് എന്ന് പറയുന്നത്. അതാണ് ശരിയായ ആരാധന എന്ന് പറയുന്നത്. അത് ഗ്രീക്ക് വേർഡ് ലോജിക്കൻ എന്നാണ്. LOGIKEN, ലോജിക്കൻ. അപ്പൊ അതിന് റീസണബിൾ എന്നും സ്പിരിച്വൽ എന്നും ഇന്റലിജന്റ് എന്നും ഒക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതാണ് വിവിധ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകളിൽ നിങ്ങൾക്ക് ഇന്റലിജന്റ് എന്ന് കാണാം, ബുദ്ധിയുള്ള ആരാധന എന്ന് കാണാം, ആത്മീയ ആരാധന എന്ന് കാണാം, റീസണബിൾ ആരാധന എന്ന് കാണാം, അപ്പോൾ അർത്ഥവത്തായ ആരാധന എന്ന് കാണാം. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇമോഷണലായി വൈകാരികമായിട്ടുള്ള ഒന്നല്ല, മറിച്ച് ദൈവം എന്നെ തേടി വന്നുവെന്ന്, ആ കൃപ എന്നെ രൂപാന്തരപ്പെടുത്തിയെന്ന്, ഞാൻ ആ രൂപാന്തരപ്പെട്ട ജീവിതത്തിൽ അവന്റെ കൃപകൾ അനുഭവിച്ച് ജീവിക്കുന്നു എന്നുള്ളതല്ല, അവന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കുന്നതിനെയാണ് നാം ആരാധന എന്ന് പറയുന്നത്. നാം ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. അതിൽ പ്രധാനം കൃപയാലുള്ള നീതീകരണം, പാപത്തിൽ നിന്നുള്ള വിടുതൽ, ദൈവത്തിന്റെ മകനായി നമ്മെ ചേർത്തത്, ഇസ്രായേലും ജാതികളും ക്രിസ്തുവിൽ എങ്ങനെ ഒന്നാകുന്നു എന്ന് നാം അറിഞ്ഞു. ഇങ്ങനെ പല കാര്യങ്ങളും ദൈവത്തിന്റെ കൃപ ജാതികളായിരുന്ന നമ്മയും തേടി വന്നു എന്നുള്ളത് നമുക്കറിയുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അനേക ഡോക്ട്രിൻസ് പഠിപ്പിച്ചതിന് ശേഷം ശിഷ്യത്വം എപ്രകാരം ആയിരിക്കണമെന്നുള്ളത് നമ്മെ പഠിപ്പിക്കുകയാണ് 12-ാം അധ്യായം മുതൽ. ദൈവം എന്തു ചെയ്തു, നാം എന്തായിരിക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം നാം എങ്ങനെ പ്രതികരിക്കണമെന്ന് പൗലോസ് നമ്മെ പഠിപ്പിച്ചു തുടങ്ങുന്നതാണ്. ഒരു ടേണിംഗ് പോയിന്റ് ആണ് 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് പൗലോസ് അവിടെ ഒരു കൽപ്പനയായിട്ടല്ല പറയുന്നത്, മറിച്ച് ഒരു ആത്മീയ പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് നമ്മളോട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ അനുസരിക്കുക എന്നുള്ളത് പൗലോസ് ഈ പറയുന്നത് പോലും ഒരു ലീഗലിസ്റ്റിക് നിയമബന്ധിതമായി നമ്മെ അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച്
സ്നേഹത്താൽ നാം അനുസരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകം ഉത്ബോധനമായിരിക്കുന്നത് ആ ദൈവത്തിന്റെ കൃപ നാം അനുഭവിക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചോ വരുവാനുള്ള അതിനെക്കുറിച്ചുള്ള ഭയമോ അല്ല, ദൈവസന്നിധിയിൽ നിൽക്കുന്നതിനെ കുറിച്ചുള്ള ഭയമല്ല. ഭക്തൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് സന്തോഷത്തോടെയാണ്. പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന സ്നേഹ സന്തോഷത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയത്തിലല്ല ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ദൈവത്തിന്റെ കരുണ പ്രാപിക്കുവാനുമല്ല ഒരു ഭക്തൻ ദൈവസന്നിധിയിൽ ചെല്ലുന്നത്, ആരാധിക്കുന്നത്. കരുണയുണ്ട്, പക്ഷെ കരുണ പ്രാപിക്കുവാനല്ല. നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ബിക്കോസ് നമുക്ക് കരുണ ലഭിച്ചവരാണ്. കരുണ ലഭിച്ചവരായതുകൊണ്ടാണ് നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. നമ്മെ തന്നെ, ബോഡീസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നെങ്കിലും നമ്മെ തന്നെയാണ്. നമ്മുടെ ശരീരങ്ങളെ എന്ന് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമെന്ന് പറയുമ്പോൾ, ശരീരമെന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും നമ്മെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുഴുവൻ നമ്മെ തന്നെയും, നമ്മുടെ ചിന്തകൾ, പ്രവൃത്തികൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ, ഇതെല്ലാം പഴയ നിയമത്തിൽ മരിച്ച മൃഗങ്ങളുമായ ആരാധനയ്ക്ക് പോകുന്നുവെങ്കിൽ ഇവിടെ ജീവനുള്ള ആരാധനയായി നാം നമ്മെ തന്നെ മാറ്റുകയാണ്. അതുകൊണ്ട് ആരാധന എന്ന് പറയുമ്പോൾ നാം ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് പോലെ സഭായോഗത്തിൽ ചെന്ന് പാസ്റ്റർ പ്രസംഗിക്കുന്നതിന് മുമ്പുള്ള 15 മിനിറ്റോ അരമണിക്കൂറോ 45 മിനിറ്റോ ഉള്ള സൺഡേ സിംഗിങ് ആണ് ആരാധന എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആരാധന എന്ന് പറഞ്ഞാൽ സഭയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങളുടെ തിങ്കളാഴ്ച മുതലുള്ള ജീവിതമാണ് ആരാധന എന്ന് കണക്ക് കൂട്ടുക. അങ്ങനെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ? അതോ സൺഡേ ഉള്ള 15 മിനിറ്റോ അരമണിക്കൂറോ ആണോ ആരാധന എന്നാണോ നിങ്ങൾ ഇതുവരെ വിചാരിച്ചിരുന്നത്? അല്ല. ഓക്കെ. ആരാധന എന്ന് പറഞ്ഞാൽ അത് തുടർമാനമാണ്. അത് ഞായറാഴ്ചയല്ല, അത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ജീവനുള്ള ആരാധനയായി നമുക്കറിയാം, നാം സ്വബോധത്തോടെയാണ് ആരാധിക്കുന്നത്. നാം ഇഷ്ടത്താലാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമ ആരാധനയിലെ പോലെ മരിച്ച ജീവികളെ കൊണ്ടല്ല നാം ചെല്ലുന്നത്, മറിച്ച് സ്വബോധത്തിലാണ് നാം ചെല്ലുന്നത്. ദൈവ സന്നിധിയിൽ ദിവസം തോറും മരിച്ച അല്ലെങ്കിൽ യാഗമർപ്പിക്കപ്പെട്ട മൃഗങ്ങളെ അവിടെ കൊണ്ടുവച്ചാൽ അവിടെ ഇരിക്കും. ജീവനുള്ളതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ദൈവ സന്നിധിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ അൾത്താറിൽ നിന്ന് അവിടെ കൊണ്ടുവെക്കുമ്പോൾ ആ കാളയും ആടും ഒക്കെ അവിടെ തന്നെ ഇരിക്കും. എന്നാൽ ജീവനുള്ളവർ ഇനി മാറിപ്പോകുവാനിടയായി തീരും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദിനംതോറും സമർപ്പിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഒരു നിമിഷത്തെ ചിന്തകളല്ല ആരാധന എന്ന് പറയുന്നത്. ഞായറാഴ്ചത്തെ 15 മിനിറ്റോ അരമണിക്കൂറോ അല്ല ആരാധന എന്ന് പറയുന്നത്. ആരാധന ഒരു ലൈഫ് സ്റ്റൈലാണ്. ആരാധന എന്ന് പറയുന്നത് ട്രൂ വർഷിപ്പ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധന എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലാണ്. ലൈഫ് സ്റ്റൈലിന്റെ മലയാളം എനിക്ക് അറിയത്തില്ല. എന്താണാവോ മലയാളം? ആരെങ്കിലും പറഞ്ഞുതരാമോ? ജീവിത ശൈലി. അതെ, ആരാധന നമ്മുടെ ജീവിത ശൈലി ആയിരിക്കണം. താങ്ക് യു. അപ്പോൾ നാം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിതമായിരിക്കണം. വിശുദ്ധനായിരിക്കുക എന്ന് പറഞ്ഞാൽ അവന് വിശുദ്ധിയുടെ പൂർണ്ണതയിലായിരിക്കണമെന്നൊന്നുമില്ല. മനുഷ്യനാണ്. എന്നാൽ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ ദൈവം സന്തോഷിക്കുന്നു.
ദൈവം നാം എത്രമാത്രമുള്ള പെർഫോമൻസിൽ നമുക്ക് മാർക്കിടുവാനിരിക്കുന്ന ഒരു ദൈവമായിട്ട് ദൈവത്തെ കണക്കൂട്ടണ്ട. നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നുവോ എന്നുള്ള ബോധ്യം, അതിൽ ദൈവം സന്തോഷിക്കുന്നു. തൻ്റെ പുത്രന്മാർ ദൈവസന്നിധിയിൽ തന്നെ ആയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഗ്രീക്ക് വേർഡ് ലോജിക്കൻ എന്നുള്ളതാണ് LOGIKEN, റീസണബിൾ, സ്പിരിച്വൽ, തോട്ട്ഫുൾ, ഇങ്ങനെയുള്ള പല അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കലും ഒരു ഇമോഷണൽ ഹൈപ്പ് അല്ല ആരാധന എന്ന് പറയുന്നത്. സത്യത്തിൽ അടിസ്ഥാനമാക്കി നാം മനസ്സാലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും നാം കരുണ പ്രാപിച്ചവരാണെന്നുള്ള ബോധ്യത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുകയും നമ്മുടെ ജീവിത ശൈലി അപ്രകാരം ക്രമീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് പുതു നിയമ ആരാധന എന്താണെന്ന് പറയുക. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിപ്പിൻ. അപ്പൊ ഇനി നമുക്ക് 13-ാം അധ്യായം, 12-ാം അധ്യായം കഴിഞ്ഞായിരുന്നല്ലോ, ഇനി നമുക്ക് 13-ാം അധ്യായത്തിലേക്ക് പോകാം. റോമൻസ് ചാപ്റ്റർ 13. പതിമൂന്നാം അധ്യായം 1 മുതൽ 7 വരെ. സബ്മിറ്റിംഗ് ടു ഗവൺമെന്റ് അതോറിറ്റീസ് എന്നുള്ള ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങുക. സബ്മിറ്റ് ടു ഗവൺമെന്റ് അതോറിറ്റീസ് 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ. ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ടാമത് എഴുതിയാൽ മതി. ലവ് ഫുൾഫിൽസ് ദ ലോ. എട്ട് മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ സ്നേഹം ന്യായപ്രമാണം നിവർത്തിക്കുന്നു. 8 മുതൽ 10 വരെയുള്ള 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുക. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ന്യായപ്രമാണം, സ്നേഹം ന്യായപ്രമാണം നിവർത്തിക്കുന്നതെന്ന്. അടുത്തത് 11 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളാണ് വെളിച്ചത്തിൽ ജീവിക്കുക, അല്ലെങ്കിൽ ലിവ് ഇൻ ദ ലൈറ്റ്. 11 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ ലിവ് ഇൻ ദ ലൈറ്റ്, വെളിച്ചത്തിൽ ജീവിക്കുക. 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ എല്ലാ അധികാരങ്ങളും എവിടെ നിന്നാണ് വരുന്നത്? ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു. മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. അപ്പൊ എല്ലാ അധികാരങ്ങളും, ഓൾ അതോറിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗോഡ്. എല്ലാ അധികാരങ്ങളും ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത് റെസിസ്റ്റിംഗ് ലോഫുൾ അതോറിറ്റി ഈസ് റെസിസ്റ്റിംഗ് ഗോഡ്സ് ഓർഡർ. അപ്പോൾ വാഴുന്നവരെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ, ഭരണവ്യവസ്ഥകളെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരുടെ നിയമനങ്ങളെ ധിക്കരിക്കുകയാണ്? ദൈവത്തിന്റെ ദൈവ വ്യവസ്ഥയെ ധിക്കരിക്കുകയാണ്. അപ്പോൾ റെസിസ്റ്റിംഗ് ലോഫുൾ അതോറിറ്റി ഈസ് റെസിസ്റ്റിംഗ് ഗോഡ്സ് ഓർഡർ. അടുത്തത് റൂളേഴ്സ് ആർ മെന്റ് ടു പ്രൊമോട്ട് ഗുഡ് ആൻഡ് പനിഷ് ഈവിൽ. അപ്പൊ നന്മയും നീതിയും ന്യായവും ഒക്കെ നടത്താനാണ് ഭരണാധികാരികളെ അവിടെ ആക്കിയിരിക്കുന്നത്, തെറ്റുകളെ ശിക്ഷിക്കുവാനും. റൂളേഴ്സ് ആർ മെന്റ് ടു പ്രൊമോട്ട് ഗുഡ് ആൻഡ് പനിഷ് ഈവിൽ. അപ്പോൾ നന്മയ്ക്കായിട്ടാണ് അവനെ ശുശ്രൂഷക്കാരനാക്കിയിരിക്കുന്നത്. തിന്മ ചെയ്താലോ ഭയപ്പെടുക. ഇപ്പൊ ദോഷം പ്രവർത്തിക്കുന്നവനെ ശിക്ഷിക്കുവാൻ, അവനോട് പ്രതികാരം ചെയ്യുവാൻ ദൈവം അവനെ ആക്കിയിരിക്കുകയാണ്. അടുത്തത് ക്രിസ്ത്യൻ ഷുഡ് പേ ടാക്സസ്
ഷോ റെസ്പെക്ട് ആൻഡ് ലിവ് ഓണറബിളി. അതുകൊണ്ട് ഇൻകം ടാക്സ് കൊടുക്കേണ്ടവൻ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് കൊടുക്കണം. കള്ളക്കണക്ക് കാണിക്കുന്നവൻ നമുക്ക് ഉള്ളതല്ല. ഈ IPCയുടെ ഹെഡ് ഓഫീസ് വാങ്ങിക്കാൻ നേരത്ത് നമ്മുടെ വിൽസൺ ജോസഫ് പാസ്റ്ററിന്റെ പിതാവ് നിർബന്ധപൂർവ്വം അന്ന് പ്രമാണത്തിൽ, ഇപ്പോഴൊക്കെയാണ് പിന്നെ ഓൺലൈനായിട്ട് തന്നെ പേയ്മെന്റ് നടക്കുകയും ബാങ്ക് ലോൺ കിട്ടാനും ഒക്കെ വേണ്ടി ഇപ്പോഴൊക്കെയാണ് വാങ്ങിക്കുന്ന പ്രമാണത്തിൽ ഏതാണ്ട് മുഴുവൻ തുകയൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ജനങ്ങൾ. ഇപ്പോഴും കാണിക്കാത്തവരും ഉണ്ട്. പക്ഷെ അന്ന് വെട്ടിപ്പ് സർവ്വസാധാരണമായിരുന്നു. നമ്മുടെയൊക്കെ കൊച്ചിലെ ആരും എഴുതാറില്ല. അങ്ങനെ ഉണ്ടായിരുന്നോ ജോസഫ് ചാക്കോ പാസ്റ്ററെ? ഇല്ല സാറേ, ഞങ്ങൾക്ക് അങ്ങനെ വാങ്ങിച്ചതല്ല, എൻക്രോച്ച്. വാങ്ങിക്കാനുള്ള നിവൃത്തിയൊക്കെ ദൈവം തരട്ടെ, സ്വത്രം. അപ്പോ ദൈവം അനുഗ്രഹിക്കട്ടെ, സ്വത്രം. അപ്പോ അങ്ങനെ ഒരു കാലഘട്ടം കേരളത്തിൽ പൊതുവെ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്താണ്, നോട്ട് നിരോധനത്തിനൊക്കെ ശേഷമാണ് പൂർണ്ണമായും ഒക്കെ എഴുതി തുടങ്ങിയത്. ബാങ്കുകളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് വസ്തു വാങ്ങിക്കാനുള്ള ലോൺ വേണമെങ്കിൽ പ്രമാണത്തിൽ മുഴുവൻ തുകയും കാണിച്ചു വെക്കുമെന്ന് ബാങ്ക് മാനേജർമാർ നിർബന്ധം പിടിക്കാൻ തുടങ്ങിയതിന് ശേഷമൊക്കെയാണ് എഴുതാൻ തുടങ്ങിയത്. അന്ന് അത് വാങ്ങിക്കാൻ നേരത്ത് അന്നത്തെ കാലഘട്ടത്തിൽ നിർബന്ധം പിടിച്ചു, നമ്മൾ ഒരു തരത്തിലും ടാക്സ് വെട്ടിക്കാൻ പാടില്ല, നമ്മൾ ആ ടാക്സ് പൂർണ്ണമായും കാണിച്ച് മാത്രമേ വസ്തു വാങ്ങിക്കാവൂ എന്ന് അന്ന് നിർബന്ധം പിടിച്ചു. അതുകൊണ്ട് ചുങ്കം കൊടുക്കേണ്ടവന് അത് ചുങ്കം കൊടുക്കുക, ബഹുമാനിക്കേണ്ടവനെ ബഹുമാനിക്കുക. സോ ക്രിസ്ത്യൻ ഷുഡ് പേ ടാക്സസ്, ഷോ റെസ്പെക്ട് ആൻഡ് ലിവ് ഓണറബിളി. ബഹുമാനിക്കേണ്ടവനെ ബഹുമാനിക്കുക, മാനം കാണിക്കേണ്ടവന് മാനം, ഓണർ ചെയ്യേണ്ടവനെ ഓണർ ചെയ്യുക. ഇത് എഴുതുന്ന കാലഘട്ടം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഭാരതത്തിന്റെ ഇടയ്ക്ക് വിൽസൺ ജോസഫ് സാറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. എന്നിട്ടങ്ങ് വിൽസൺ ജോസഫ് പാസ്റ്ററിന്റെ പിതാവ്, പേര് ഞാൻ മറന്നുപോയി, VT ജോസഫ് പാസ്റ്റർ എന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹം നിർബന്ധം പിടിച്ചു വന്ന് വേറെ ഏതോ ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. പ്രമാണം എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ എഴുതണമെന്ന്. അങ്ങനെ അന്നത്തെ തുക മുഴുവൻ കാണിച്ചാണ് IPCയുടെ ഹെഡ് ഓഫീസ് എഴുതിയെടുത്തതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് എഴുതുന്ന കാലഘട്ടം ഏതാണെന്ന് അറിയാമോ? ഇത് എഴുതുന്ന കാലഘട്ടം മുതൽ 3-ാം നൂറ്റാണ്ട് വരെ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത കാലഘട്ടത്തിലാണ്. ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ കണ്ടാൽ തല്ലിക്കൊല്ലാൻ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് കൂടെയുള്ള ജനതയും, യഹൂദ ജനതയും പിന്നീട് റോമൻ ഭരണാധികാരികളും ഒക്കെ നമുക്ക് സ്നേഹിതരല്ല. വലിയ ശത്രുക്കളല്ലാത്തവർ പോലും നമുക്ക് ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നവരല്ലായിരുന്നു. അപ്പൊ 3-ാം നൂറ്റാണ്ട് വരെ വലിയ പീഡനങ്ങളിലൂടെ സഭ കടന്നുപോയെങ്കിലും അന്ന് എഴുതിയതാണ്. പീഡന കാലഘട്ടത്തിലാണ് മനുഷ്യൻ ഉറച്ചു നിൽക്കുന്നത്. ഒരു കാര്യത്തിന് വേണ്ടി മനുഷ്യൻ ഉറച്ചു നിൽക്കുവാൻ പ്രേരിതനാവുന്നത് പീഡന കാലഘട്ടത്തിലാണ്. അപ്പൊ ദൈവാത്മാവുള്ളവർ അവർ ഉറച്ചു നിന്ന് അവരുടെ വിശ്വാസം പറയുവാൻ, അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കുവാൻ, അവരുടെ വിശ്വാസം മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുവാനൊക്കെ ഉള്ള അവസരങ്ങൾ അവർ പാഴാക്കുന്നേയില്ല. നമ്മൾ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ പോലും സഭ ഇങ്ങനെ വളരുകയാണ്. അതുകൊണ്ട് നമ്മൾ ലോകത്തിലെ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ ഭൂമിയിലെ ഒരു ഭരണാധികാരിയെ മാറ്റി വേറൊരു ഭരണാധികാരിയെ കൊണ്ടുവന്നാൽ ഈ ഭൂമി നന്നാവാനൊന്നും പോകുന്നില്ല. ഭൂമി എങ്ങോട്ട് പോകുന്നുവെന്നും അത് എവിടെ എത്തുമെന്നും വേദപുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി പ്രവചിച്ചിട്ടുണ്ട്. അപ്പൊ ഭൂമി ആ കണക്കിന് അങ്ങോട്ടേക്ക് പോകും. ഭൂമിയുടെ വ്യവസ്ഥിതി എന്തായിരിക്കുമെന്നും ഒക്കെ വളരെ വ്യക്തമായ അന്ത്യകാല വ്യവസ്ഥിതികളൊക്കെ വേദപുസ്തകത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനങ്ങളൊക്കെ നിറവേറിയല്ലേ ഉള്ളൂ. നിറവേറാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അടുത്ത അനന്തര തലമുറകൾ ഇതിലെ കൂടെയൊക്കെ കടന്നു പോകണമെന്ന് തോന്നുമ്പോൾ നമുക്ക് വിഷമം തോന്നും. വേദപുസ്തകത്തിലെ പ്രവചനം തെറ്റിക്കുവാൻ ഒരു വഴിയേ ഉള്ളൂ. അതെന്താണ് പാസ്റ്ററെ? ജോസഫ് ചാക്കോ പാസ്റ്റർ അറിയാമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ വേദപുസ്തകത്തിൽ ഒരുപാട് പ്രവചനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഭൂമിയിൽ നടപ്പായാൽ ഭൂമിയിലെ മനുഷ്യർക്ക് ഇതൊക്കെ സഹിക്കാനുള്ള ത്രാണി ഉണ്ടാകുമെന്ന് നമുക്ക് സംശയം തോന്നും. വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പുസ്തകമൊക്കെ പഠിക്കുന്നു.
ഇത് നടപ്പാക്കാതിരിക്കാൻ ദൈവം ഇത് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യന്റെ പ്രവൃത്തി മൂലം അത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ ആഗ്രഹം എല്ലാ മനുഷ്യനും രക്ഷിക്കപ്പെടണം. ഈ പ്രവചനങ്ങളൊന്നും നിവൃത്തിയാവണമെന്ന് ദൈവത്തിന് യാതൊരു നിർബന്ധവും. നിവൃത്തിയാവാതിരിക്കാനുള്ള വഴിയാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിക്കുക എന്നുള്ളതും അവന്റെ കർത്തൃത്വം അംഗീകരിക്കുക എന്നുള്ളതും. അതാണ് നമുക്ക് നിനവേക്കാരുടെ കാര്യത്തിൽ കാണുന്നത്. അവർ നശിച്ചു പോവുക എന്നുള്ളതല്ലായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. അവർ നിലവിളിക്കുമ്പോൾ അവരെ വിടുവിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു. അത് ദൈവമാരെന്ന് യോനായിക്ക് അറിയാമായിരുന്നു. അവൻ വാക്ക് മാറുമെന്ന് യോനായിക്ക് അറിയാമായിരുന്നു. ഈ വാക്ക് നടപ്പാക്കാൻ പോകുന്നില്ലെന്നും യോനായിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അപ്പൊ അതുപോലെ വെളിപ്പാട് പുസ്തകം നടപ്പാക്കണമെന്നുള്ളതല്ല ദൈവത്തിന്റെ ആഗ്രഹം. മനുഷ്യൻ രക്ഷപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. എങ്കിലും നമുക്കറിയാവുന്നതുപോലെ മനുഷ്യൻ കർത്താവിനെ അംഗീകരിക്കുവാൻ വൈമനസ്യമുള്ളവരാണ്. അവരെപ്പോഴും സെൽഫ് സെന്റേഡ് ആണ്. കർത്താവിന്റെ കർത്തൃത്വം അംഗീകരിക്കുവാൻ, അവനെ രാജാതിരാജാവായി അംഗീകരിക്കുവാൻ മനുഷ്യന് ബുദ്ധിമുട്ടാണ്. ദൈവിക വഴികളിലേക്ക് കടന്നു വരുവാനും മനുഷ്യർക്ക് ബുദ്ധിമുട്ടായാൽ ആ പ്രവചനമെല്ലാം അതുപോലെ നിറവേറും. അതൊക്കെ ഭൂമിയിൽ സംഭവിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇവിടത്തെ ഒരു രാജാവിനെ മാറ്റുക എന്നുള്ളതോ അല്ലെങ്കിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും മാറുക എന്നുള്ളതൊന്നും അല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂമിയിലെ ഇൻഫ്ലുവൻസ് ഉള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് കീറ്റ് സ്റ്റാമറോ അല്ലെങ്കിൽ പുതുതായിട്ട് വരാൻ പോകുന്നവരോ ആരായാലും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്നവരോ പിണറായി വിജയനോ ആരായാലും നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതും നമുക്ക് ചുങ്കം കൊടുക്കുക എന്നുള്ളതും അവരെ ബഹുമാനിക്കുക എന്നുള്ളതും നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. അത് നമ്മോട് പറഞ്ഞിരിക്കുന്നതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ മാറ്റി വേറൊരു മനുഷ്യനെ ആക്കി ഇവിടെ അങ്ങ് രക്ഷപ്പെടുത്താമെന്നുള്ളതല്ല. നമ്മൾ പ്രതീക്ഷിച്ച് നോക്കി പാർക്കുന്നത് അവൻ വരും, നമ്മളും രാജാക്കന്മാരായിട്ട് വാഴും. രാജാതി രാജാവ് അവന്റെ ശക്തിയാൽ അവന്റെ ഭരണം ഇവിടെ കൊണ്ടുവരും. അപ്പൊ അവനോട് കൂടെ 1000 വിശുദ്ധന്മാർ ഈ ഭൂമിയിലേക്ക് വരുമെങ്കിൽ അതിലൊരാളായി നാമും കാണും. അവനോടുകൂടെ രാജാക്കന്മാരായിട്ട് വാഴുവാൻ ഇടയായിത്തീരും. അപ്പൊ നാം നോക്കി പാർക്കുന്നത് ആ കാലഘട്ടത്തിലേക്കാണ്. നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോയെന്ന് തോന്നുന്നു. സ്വതന്ത്രം. അതുകൊണ്ട് നമ്മൾ ടാക്സ് കൊടുക്കുക, റെസ്പെക്ട് കാണിക്കുക, അവരെ ഓണർ ചെയ്യുക. അടുത്ത രണ്ടാമത്തത് ലവ് ഫുൾഫിൽസ് ദ ലോ. 8 മുതൽ 10 വരെയാണ്. 8 മുതൽ 10 വരെ അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോട് ഒന്നും കടംപെട്ടിരിക്കരുത്. അതുകൊണ്ട് കഴിവതും ഒരു വിശ്വാസിയോട് നിങ്ങൾ കടം ചോദിക്കരുത്. ഇനി കടം കൊടുത്താൽ ഇങ്ങനെ കൊടുക്കാവൂ. അത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു വിഷമവും ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കാവൂ. നിങ്ങൾ കടം കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കാവൂ? അങ്ങനെ ഉണ്ടെങ്കിലേ കൊടുക്കാവൂ. ഇല്ലെങ്കിൽ പിന്നെ വെറുതെ ചർച്ച വഴക്കായി പ്രശ്നമായി പാസ്റ്റർമാർക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാതാക്കരുത്. നിങ്ങൾ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കാവൂ? കൊടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കാവൂ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കാറുണ്ടോ പാസ്റ്റർ ജോസഫ് ചാക്കോ? ഇല്ലേ? സ്വതന്ത്രം. അപ്പൊ എല്ലാവർക്കും അത് അന്യനെ സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. അയൽക്കാരനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുവാനും ഇടയായി തീരരുത്. ന്യായപ്രമാണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് സ്നേഹിക്കുക എന്നുള്ളതാണ്. ന്യായപ്രമാണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് സ്നേഹിക്കുക എന്നുള്ളതാണ്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഒന്ന് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ സ്നേഹം ഒറ്റ വാക്യത്തിൽ ന്യായപ്രമാണത്തെ സംക്ഷിപ്തിച്ചിരിക്കുകയാണ്. സ്നേഹം ഉണ്ടായാൽ കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല, കൂട്ടുകാരന്റെ ഒന്നും നമ്മൾ മോഹിക്കത്തില്ല. ഇപ്പൊ ന്യായപ്രമാണത്തിന്റെ നിവൃത്തി എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണെങ്കിൽ കൂട്ടുകാരനെ ബഹുമാനിക്കും,
കൂട്ടുകാരനുള്ളതും ബഹുമാനിക്കും. അതുകൊണ്ട് ക്രിസ്തീയ ധാർമ്മികത എന്ന് പറയുന്നത് അത് പഴയ നിയമത്തിലെ പോലെ ഒരു കൂട്ടം നിയമങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ അനുസരിക്കുക എന്നുള്ളതല്ല. മറിച്ച് ഈ നിയമങ്ങളൊക്കെ അനുസരിക്കും. കാരണം നാം സ്നേഹബന്ധത്തിലാണ്, ദൈവത്തോടും സ്നേഹത്തിലാണ്. അതുകൊണ്ട് മനുഷ്യരോടും സഹവിശ്വാസികളോടും നാം സ്നേഹത്തിലാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കൽപ്പന എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ്. 11:3 എന്ന് പറയുന്നത് ലിവ് ഇൻ ദ ലൈറ്റ്. മൂന്നാം ഭാഗം അത് 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. നാം വെളിച്ചത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു, രക്ഷ അത് അധികം അടുത്തിരിക്കുന്നു എന്നുള്ള, ഒന്നുകിൽ നമ്മുടെ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. ഇത് അടുത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള ബോധ്യം. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു, പകൽ അടുത്തിരിക്കുന്നു. ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞു വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കുക. അപ്പൊ ഒരിടത്തേക്ക് പ്രകാശം അടിക്കുമ്പോൾ അവിടെയുള്ള അഴുക്കുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വൃത്തിയായി കാണുവാൻ കഴിയുന്നു വെളിച്ചം അടിക്കുമ്പോൾ. അതുകൊണ്ട് പ്രകാശത്തിൽ എന്നവണ്ണം ജീവിക്കുവാൻ നമുക്ക് ഇടയാകണം. അതുകൊണ്ട് പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായി നടക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളണം. നിങ്ങൾ ക്രിസ്തുവിനുള്ളിലായിരിക്കണം, ക്രിസ്തുവിനെ ധരിക്കണം. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് 14-ാം അധ്യായം എടുക്കാം. നിങ്ങൾക്ക് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. 5 മിനിറ്റ് റെസ്റ്റിന് ശേഷം നമ്മൾ 14-ാം അധ്യായം തുടരുന്നതാണ്. താങ്ക് യു. നമ്മുടെ ബ്രേക്ക് കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തില്ല, സോറി. അപ്പോ സഹോദരനെ വിധിക്കുവാൻ ഇടയായിത്തീരരുത്. നിങ്ങളൊരു പ്രത്യേക ദിവസം ആചരിക്കുന്നുവെങ്കിലും ഇല്ലെങ്കിലും അത് ദൈവത്തിന് വേണ്ടി ചെയ്യുക. അപ്പൊ ജീവനുള്ളവർക്കും മരിച്ചവർക്കും അധിപതി അവനാണ്. നമ്മുടെ എല്ലാ തീരുമാനങ്ങളും അത് ദൈവത്തോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. അത് വ്യത്യസ്തതകളെ പർവ്വതീകരിച്ച് കാണിച്ച് അത് വൈരുദ്ധ്യങ്ങളാക്കി കാണിച്ച് പിളർപ്പിലേക്ക് മാറുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരരുത്. നാം ജീവിക്കുന്നുവെങ്കിൽ ലിവ് ഫോർ ദ ലോ. അടുത്ത 3-ാമത്, അവോയ്ഡ് ജഡ്ജിങ് ആൻഡ് കോസിങ് അതേഴ്സ് ടു സ്റ്റംബിൾ. മറ്റുള്ളവരെ വിധിക്കുകയും മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കുവാനും ഇടയായിത്തീരരുത്. സഹോദരനെ വിധിക്കുന്നത് എന്ത്? അവൻ നരകത്തിൽ പോകുമെന്ന് പറയുവാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. ലോകത്ത് ഒരു മനുഷ്യനും, വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സ്വർഗരാജ്യം ആരൊക്കെ ആക്കുകയില്ല എന്നൊക്കെ. എങ്കിലും ഒരു വ്യക്തിയെ പിടിച്ച് വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല, അല്ലേ? പിണറായി വിജയൻ അവകാശമുണ്ടോ ഒരു വ്യക്തിയെ തൂക്കിക്കൊല്ലണമെന്ന് പറയാൻ? നിങ്ങളൊന്ന് തീരുമാനിച്ചേ, നിങ്ങളൊന്ന് ചിന്തിച്ചേ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ്. അദ്ദേഹത്തിന് അവകാശമുണ്ടോ ഈ വ്യക്തിയെ നാളെ തൂക്കിക്കൊല്ലണമെന്ന് അത് ഉത്തരവിടാൻ? ഇല്ല. അദ്ദേഹത്തിന് അധികാരമില്ല. അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വഴിയോ കോടതിയിൽ അദ്ദേഹത്തിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അപ്പോയിന്റ് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഹാജരാവാം. കേരള പോലീസിന് വേണ്ടിയും അദ്ദേഹത്തിന് വേണ്ടിയും അവരെ കൊണ്ട് വാദിപ്പിക്കാം. എന്ത് വാദിപ്പിക്കാം? ഇദ്ദേഹം എൻ്റെ സംസ്ഥാനത്ത് വലിയ കുറ്റവാളിയാണ്, ഇദ്ദേഹം ജീവിച്ചിരിക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല, സംസ്ഥാനത്തിന് വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇന്ന കുറ്റകൃത്യം ചെയ്തു, അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ന നിയമപ്രകാരം ഇദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലണമെന്ന് അദ്ദേഹത്തിന് വാദിപ്പിക്കാം. ആ വാദം അംഗീകരിക്കണോ വേണ്ടോ എന്ന് ആരാ തീരുമാനിക്കുന്നത്? അത് ജഡ്ജിയുടെ തീരുമാനമല്ലേ? അത് ഭരണഘടന പ്രകാരം ആരുടെ അവകാശമാണ്? ജഡ്ജി പറയാതെ ഒരു വ്യക്തിയെ അടിക്കാനോ അദ്ദേഹത്തിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ പോലും ഒരു പോലീസുകാരനും അധികാരമില്ല. മന്ത്രിക്കെന്നല്ല ഒരു പോലീസുകാരനും അധികാരമില്ല ഇന്ത്യൻ ഭരണഘടന പ്രകാരം. കുറ്റം വിധിക്കേണ്ടത് ആരാണ്? ജഡ്ജിയാണ്. അപ്പൊ മനുഷ്യരെ ന്യായം വിധിക്കാനുള്ള അധികാരം ആർക്കാണ്? അത് കർത്താവായ യേശു ക്രിസ്തുവിനാണ്.
എല്ലാവരും പിതാവിനെ ഭയപ്പെടുന്നത് പോലെ പുത്രനെയും ഭയപ്പെടേണ്ടതിന് ന്യായവിധി എല്ലാം ആരെ ഏൽപ്പിച്ചിരിക്കുകയാണ്? അതും അവൻ മനുഷ്യപുത്രനാകിയാൽ അവൻ അതിന് യോഗ്യനുമാണ്. അപ്പൊ ലോകത്തിലെ ഒരു മനുഷ്യനും ചോദിക്കാൻ ഒക്കത്തില്ല, നിനക്ക് ഇത് എന്ത് അവകാശമുണ്ട്? അവൻ മനുഷ്യപുത്രനാകിയാൽ അവൻ അതിന് യോഗ്യനുമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ മനുഷ്യനെ വിധിക്കുവാൻ അവകാശമുള്ളൂ. നാം എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ ന്യായാസനത്തിൽ നിൽക്കേണ്ടവരാണ്. ഈ വിധിക്കുകയും അങ്ങനെ പല മുൻവിധികളോടും കൂടി മനുഷ്യനോട് ഇടപെടുമ്പോൾ മനുഷ്യർക്ക് ഇടർച്ചയുണ്ടാകും. അപ്രകാരം ഇടർച്ച ഉണ്ടാക്കുവാൻ ഇടയായിത്തീരരുത്. മറ്റു മനുഷ്യരെ ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റുന്ന ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ഇടയായിത്തീരരുത്. മറ്റു മനുഷ്യരെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നും ഇടയായി തീരരുതെന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് വേണം. നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടവരാണെന്നുള്ള ബോധ്യം. എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. ഒരു സംശയവുമില്ല, നരകത്തിൽ പോകുന്നവനുൾപ്പെടെ സകല മാനവ ആദാമ്യ സന്തതി മുഴുവൻ എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും അവനെ കർത്താവെന്ന് ഏറ്റുപറയും. ന്യായം വിധിക്കുവാൻ നീ യോഗ്യനെന്ന് എല്ലാ നാവും നിലവിളിക്കും. അത് സംഭവിച്ചേ മതിയാകുകയുള്ളൂ. പൊടിയിലേക്ക് ഇറങ്ങുന്ന എല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും. തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ന്യായം വിധിക്കുവാൻ നീ യോഗ്യനെന്ന് സകല നാവുകളും, ഇന്ന് വരെ ജീവിച്ചിരുന്ന സകല മഹാരഥന്മാരും നിലവിളിക്കും. സീസർമാരും അലക്സാണ്ടറും ലോകം ഭരിച്ച സകല മുടിചൂട മന്നന്മാരും ഒക്കെ നിലവിളിക്കും, അവൻ യോഗ്യനാണ്. അവിടെ അമേരിക്കൻ പ്രസിഡന്റുമാരും റൊണാൾഡ് റീഗനും ജിമ്മി കാർട്ടറും ബിൽ ക്ലിന്റണും ഒബാമയും ജോ ബൈഡനും നമ്മുടെ ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപും അവിടെ ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും നരേന്ദ്രമോദിയും പിണറായി വിജയനും കരുണാകരനും സകല ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായ സകല പ്രതാപശാലികളും ഒരുപോലെ നിലവിളിക്കും. എല്ലാ മനുഷ്യരും മുഴങ്കാലും മടങ്ങും. എല്ലാവരും ദൈവത്തെ കർത്താവ് ആയിട്ട് ഏറ്റുപറയും. പക്ഷെ സമയം വൈകിപ്പോയിരിക്കും. ഈ ഭൂമിയിൽ അത് അംഗീകരിക്കുകയും ഭൂമിയിൽ ദൈവസ്നേഹം ഏറ്റുപറയുകയും ദൈവസ്നേഹത്തിലായിരിക്കുകയും ചെയ്യുന്നവൻ അവൻ രക്ഷിക്കപ്പെടും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നാം അന്യോന്യം വിധിക്കരുത്. സഹോദരനെ ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചു നോക്കി. അപ്പൊ ഒരുവൻ തെറ്റിപ്പോകുവാൻ, ഒരുവൻ ഈ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ നമ്മൾ കാരണക്കാരായിത്തീരരുത്. പ്രത്യേകിച്ച് ഇടയ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്ന നമുക്ക് ഇടയ ശുശ്രൂഷ ഒരു വലിയ ശുശ്രൂഷയാണ്. ഒരു വ്യക്തിയുടെ ആത്മാവ് നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അവരെ തികഞ്ഞവരായി ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിർത്തുവാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇടർച്ചയാവാതെ ഇരിക്കുവാൻ നമ്മൾ സൂക്ഷിക്കണം. മറ്റുള്ളവരുടെ മനസാക്ഷി അത് സംരക്ഷിച്ച് അവരെ ദൈവ കേന്ദ്രീകൃതമാക്കി വളർത്തുവാൻ നമുക്ക് കഴിയണം. നമുക്ക് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അവരുടെ മുന്നിൽ കാണിക്കുവാനുള്ള ഉപാധികളായിട്ട് നമ്മുടെ അവസരങ്ങൾ മാറ്റരുത്. മറിച്ച് സഹവിശ്വാസിയെയും കൂടെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുവാൻ നമുക്ക് കഴിയണം. സഹോദരന് ഇടർച്ചയോ തടങ്ങലോ വെക്കാതെ ഇരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. അടുത്തത്, നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന്റെ മേൽ സ്നേഹമായിരിക്കണം വിളങ്ങേണ്ടത്. 14 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന്റെ മേൽ സ്നേഹമായിരിക്കണം വിളങ്ങേണ്ടത്.
യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവിൽ അറിഞ്ഞും ഉറച്ചും ഇരിക്കുന്നു. വല്ലതും മലിനമെന്ന് എണ്ണുന്നവന് മാത്രം അത് മലിനമാകും. അപ്പൊ പന്നി ഇറച്ചി കഴിക്കുന്നത് കൊള്ളത്തില്ല എന്ന് വിശ്വസിക്കുന്നവൻ, അവനത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് കൊണ്ട് അവനത് കഴിക്കണ്ട. നീ പഴയ നിയമം വായിച്ചിട്ട് നെയ്മീനും ചൂരയും ഒന്നും കഴിക്കാത്തവൻ, അവനത് കഴിക്കണ്ട. നിന്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. അപ്പൊ ദൈവരാജ്യം നീതി, സമാധാനമാണ്, പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനുമായി തീരണം. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളത് ശ്രമിച്ചുകൊള്ളുക. അപ്പൊ തമ്മിൽ അല്ലെങ്കിൽ അന്യോന്യം ആത്മീക വർധനയ്ക്കുള്ളതിന് ശ്രമിക്കുന്നവരായിരിക്കണം ക്രിസ്തു ഭക്തർ. അപ്പൊ തമ്മിൽ സമാധാനത്തിനും ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുക. അതുകൊണ്ട് ഭക്ഷണ നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്. എല്ലാം ശുദ്ധം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുമാർ തിന്നുന്ന മനുഷ്യന് അത് ദോഷമത്രേ. മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. അവന്റെ മുന്നിൽ അവനെ വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന, അവനെ സഭയിൽ നിന്ന്, അവനെ ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന ഒന്നും തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതെ ഇരിക്കുവാൻ ശ്രമിക്കുക. വ്യക്തിപരമായ ശരികളിൽ ഊന്നി നിൽക്കുന്നതിന് പകരം നമ്മുടെ പക്വത, അത് ക്രിസ്തുവിലുള്ള പക്വത കാണിക്കുവാൻ, അത് സ്നേഹത്തിൽ ആയിരിക്കുവാൻ, വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ നമുക്ക് ഇടയായിത്തീരണം. The kingdom of God is about righteousness, peace and joy in the Holy Spirit. മറ്റൊരുവന്റെ ക്രിസ്തീയ ജീവിത യാത്രയ്ക്ക് യാതൊരു തടസ്സവും ഉണ്ടാകുവാൻ ഇടയായിത്തീരണം. അടുത്തത് ആക്ട് ഫ്രം ഫെയ്ത്ത്, നോട്ട് ഫ്രം ഡൗട്ട്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങളും ദൈവവുമായിട്ടുള്ള കാര്യങ്ങളാണ്. നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. നിനക്കുള്ള വിശ്വാസം അത് ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. അടുത്തത്, if you act in doubt, it is sin, because whatever is not from faith is sin. ശരിയായ കാര്യങ്ങൾ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് കൊണ്ട് അവൻ കുറ്റക്കാരനായി തീരുന്നു. അപ്പൊ ദൈവം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ കഴിക്കുന്നുവെങ്കിൽ അത് തെറ്റല്ല, മറ്റുള്ളവർക്ക് ഇടർച്ചയും വരത്തില്ല. എന്നാൽ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. അപ്പൊ നിങ്ങളുടെ പ്രവൃത്തികൾ, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം അത് വിശ്വാസമാണ്. അതിൽ നിന്ന്, ആ വിശ്വാസത്തിൽ നിന്നായിരിക്കണം നമ്മുടെ ഓരോ തീരുമാനങ്ങളും ഉളവായി വരേണ്ടത്. അതുകൊണ്ട് ഉറപ്പില്ലാത്ത തീരുമാനങ്ങൾ, വിശ്വാസത്തിൽ അടിയുറച്ചതല്ലാത്ത തീരുമാനങ്ങൾ, അത് പാപമായി കണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കാം. അത് കൽപ്പനകളിലാലല്ല, അത് നിങ്ങളുടെ ബലഹീനതകൾ ആയിരിക്കാം, എങ്കിലും അത് ഒഴിവാക്കി പോവുക. മറ്റു വിശ്വാസികൾ മാംസം കഴിക്കുന്നെങ്കിൽ കഴിച്ചുകൊള്ളട്ടെ, അത് അവനും ദൈവവുമായിട്ടുള്ളൊരു കാര്യം. എങ്കിലും കഴിക്കുന്നവൻ കഴിക്കാത്തവന് ഇടർച്ച വരുത്തുവാൻ ഇടയായിത്തീരുക. ഇത്രയാണ്. അടുത്ത ആഴ്ച നമുക്ക് 15ഉം 16ഉം അധ്യായങ്ങൾ എടുത്ത് റോമാലേഖനം തീർക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഗലാത്യ ലേഖനവും കൂടെ ഉണ്ട് എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസത്തെ എനിക്ക് ക്ലാസ് വേണം. എനിക്ക് നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാനുണ്ട്. ക്വയറ്റ് ടൈം എന്ന് പറയും. ഞാൻ കൗൺസിലിംഗ് ഗ്രൂപ്പിൽ അത് എടുത്തതുകൊണ്ട് CP ജോൺസൺ ബ്രദറിന് അത് ഒരു ക്ലാസ് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഞാൻ ഈ ക്ലാസ്സിലും കൂടെ അത് എടുക്കുന്നതാണ്. അത് വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ്സാണ്. അത് ആരും മുടക്കരുത്. ഇന്നത്തെ ക്ലാസ് ഏതാണ്ട് റോമാലേഖനം നമ്മൾ അവസാനത്തോടെ അടുത്തിരിക്കുകയാണ്. ഒരു ചർച്ചിൽ റോമാലേഖനം 11 കൊല്ലം പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. പഠിച്ചാലും തീരാത്തതാണ് ഈ റോമാലേഖനം എന്ന് പറയുന്നത്. അനേക ആഴങ്ങൾ, എത്രയോ ക്രിസ്തീയ സത്യങ്ങൾ പൗലോസ് ഇങ്ങനെ കുത്തി നിറച്ചിരിക്കുകയാണ്. അതിങ്ങനെ എക്സ്പോസ് ചെയ്ത് പഠിപ്പിക്കണമെങ്കിൽ വർഷങ്ങൾ എടുക്കും.
എങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നുള്ള ഒരാഴ്ചയും കൂടെ നമുക്ക് റോമാലേഖനം പഠിക്കാവുന്നതാണ്. അതിനുശേഷം ഗലാത്യ ലേഖനം പഠിക്കാവുന്നതാണ്. ജോസഫ് ചാക്കോ പാസ്റ്റർ പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തുതിക്കുന്നു. ദൈവവചനം പഠനം തുടങ്ങിയ സമയം മുതൽ അതിന്റെ ഈ അവസാന നിമിഷം വരെയും അങ്ങയുടെ വലിയ സാന്നിധ്യവും കരുതലും ഉണ്ടായിരുന്നല്ലോ. വചനം പഠിപ്പിക്കുവാൻ പ്രിയ സാറിനെ ദൈവം ബലപ്പെടുത്തി. ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം. പ്രിയ സാറിനെ കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളിലും ജോലി കാര്യങ്ങളിലും ദൈവത്തിന്റെ കരുതലും സാന്നിധ്യം കൂടെ ഇരിക്കണം. അടിയനോടുകൂടെ പഠിക്കുന്ന എല്ലാ വേദ വിദ്യാർത്ഥികൾക്കായി സ്തോത്രം. അവരെയും ദൈവമായ കർത്താവ് സഹായിക്കണം. അടിയങ്ങളുടെ ഗ്രാജുവേഷൻ അടുത്തു വരുന്നു. ഈ സെമിനാരിയെ ദൈവം അനുഗ്രഹിക്കണം. അതിനോടനുബന്ധിയായി ഒട്ടനവധി കാര്യങ്ങൾ കർത്താവെ നടക്കേണ്ടതായിട്ടുണ്ട്. ആത്മീയവും ഭൗതികമായ വിഷയത്തിൽ കൂടെ ഇരുന്ന് ദൈവവചനം പഠിച്ചത് ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യത്തിനും പ്രയോജനപ്പെടുവാൻ സ്വർഗം സഹായിക്കണം. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഇപ്പോൾ കേട്ട, ഞങ്ങളെ പഠിപ്പിച്ച ആ ദൈവവചനത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. മാനുഷികമായി പലപ്പോഴും കുറവുകൾ വന്നിട്ടുണ്ട്, തെറ്റുകൾ വന്നിട്ടുണ്ട് കർത്താവെ. പ്രത്യാൽ ഇടയ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അനവധി പോരായ്മകൾ വന്നിട്ടുണ്ട്. അതെല്ലാം സമ്മതിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് എളിയവൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സഹായിക്കണം. തൽക്കാലം പിരിയുന്നു. കൃപ കൂടെ ഇരിക്കണം. മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ സ്ഥലം. Thank you all. Thank you very much. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. See you in the next class.